അൽഫാലെ എടാ സുഖല്ലടാ. പിഞ്ചതൊരു വണ്ടി കൊടുക്കാണ്ട് ആയിട്ടന്നെ. പിന്നെ അതിനാളുണ്ട് ഈ പറയണ്ടിട്ടാ, കുടുങ്ങിയിട്ടാണ്. പ്രിയപ്പെട്ടവരിത് നമ്മുടെ സുഹൃത്തും സഹോദരനുമാണ്. കാക്കു എന്നാണ് ഞങ്ങൾ വിളിക്കുക, നൗഷാദാണ് പേര്. അപ്പോൾ ഇദ്ദേഹത്തിന് സുഖമില്ലാതെ കിടപ്പിലായിട്ട് കുറച്ച് നാളുകളായി. മാരകമായ ഒരു അസുഖം വന്ന് കിടപ്പാണ്. എന്തായാലും എല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇദ്ദേഹത്തിന് 2 മക്കളുണ്ട്, കൊച്ചു 2 പെൺകുട്ടികളാണ്. ഇതൊരു ചാരിറ്റി വീഡിയോ ഒന്നുമല്ല, ഒരു അഭ്യർത്ഥനയാണ്, ഒരു അപേക്ഷയാണ്. പ്രാർത്ഥിക്കുക. ആരുടെ പ്രാർത്ഥനയാണ് റബ്ബ് സ്വീകരിക്കുക എന്ന് നമുക്കറിയില്ല. വളരെ വിഷമത്തിലാണ്, വളരെ പ്രയാസത്തിലാണ്. കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല, എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ അവൻ്റെ അടുത്തൊരു വാഹനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വാഹനം വിൽക്കാൻ വേണ്ടി അവൻ ഒരുപാട് പ്രയാസപ്പെട്ടു, നല്ലൊരു വില കിട്ടാൻ വേണ്ടി. അപ്പോൾ അതങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ നമ്മുടെ അൽഫാലിനെ ബന്ധപ്പെട്ട് സംസാരിച്ച് അൽഫാലിനോട് പറഞ്ഞിങ്ങനെ വാഹനമുണ്ട്, അത് ഒന്ന് സെയിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അൽഫാലിനെ സംബന്ധിച്ചിടത്തോളം ഹൈടെക് വാഹനങ്ങൾ, ലക്ഷറി വാഹനങ്ങൾ, ഹൈബ്രിഡ് വാഹനങ്ങളൊക്കെ മാത്രം സെയിൽ ചെയ്യുന്നൊരു വ്യക്തിയും കൂടിയാണ്. ഇതുപോലുള്ള ചെറുകിട വാഹനങ്ങളൊന്നും അദ്ദേഹത്തിന് സെയിലില്ല നമുക്കറിയാം. പക്ഷേ എങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ ഇത് കമൻറ്റ് ചെയ്തു, ഈ ഒരു വീഡിയോ കമൻറ്റ് ചെയ്തു. അദ്ദേഹം അത് ഏറ്റെടുക്കുകയുണ്ടായി. വളരെ സന്തോഷം, അൽഹംദുലില്ലാ. അത് നല്ല രീതിയിൽ തന്നെ നല്ലൊരു വില കൊടുക്കുകയും അതോടൊപ്പം നല്ലൊരു ഉപകാരം എന്നുള്ള രീതിയിലൊരു എമൗണ്ട് കൂട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ അപേക്ഷ അദ്ദേഹം സ്വീകരിച്ചു. ഒരുപാട് നന്ദി അദ്ദേഹത്തിനോടുണ്ട്. എല്ലാവരും പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുക. അദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അൻഫാൽ സഫാരി കാർ കരുവാരക്കുണ്ട്, എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ സുഹൃത്തിന് വേണ്ടി നല്ലൊരു സഹായം കൂടിയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക. അള്ളാഹു എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ.